ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സുമുഖമേ നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 23 ജാനുവരി 2026 വെള്ളിയാഴ്ച. ഈ മാസത്തെ 23-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 23-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുന്നവരെ അവൻ ചേർത്ത് പിടിക്കും. ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുന്നവരെ അവൻ ചേർത്ത് പിടിക്കും എന്നതാണ് ഇന്നത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കൂടെ ആയിരിക്കാനും കൂടെ നടക്കുവാനും കഴിയുന്ന അനുഭവം എത്രത്തോളം ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ വറുതികളിലും കെടുതികളിലും ഒരാൾ കൂടെയുണ്ട് എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസവും പ്രതീക്ഷയും ആണ്. ഇരുട്ടിൽ ഒരു മെഴുകുതിരി കത്തുന്നത് എത്രയോ ആശ്വാസകരമാണ്. വേനലിൽ ഒരു കുട തണൽ നൽകുന്നത് എത്രയോ കുളിർമയുള്ളതാണ്. ഏറെ നീണ്ട യാത്രകളിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോയിട്ടില്ലേ നമ്മൾ ഓരോരുത്തരും? എന്തിനാണ് ഒരു കൂട്ട്? അതൊരു ബലമാണ്, സന്തോഷമാണ്. ഞാൻ തനിച്ചല്ല എന്ന ബോധ്യമാണ്. കൂടെ ഒരാൾ ഉണ്ടാകുമ്പോൾ അതൊരു ധൈര്യമാണ്. ഏത് പ്രതികൂലങ്ങളെയും നേരിടുവാനുള്ള നമ്മുടെ ധൈര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടെ നടക്കുക എന്നത് കേവലം ഒരു പരിചയവും ബന്ധവുമല്ല. അതിനു മേലെ സ്ഥിരത ഉള്ളതും ദൃഢവുമായ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ജീവിതാവസാനം വരെ തുടരേണ്ട ക്രമമാണ് എന്ന് ഹാനോക്ക് ആ ദൈവാനുഭവത്തിൻ്റെ അംശിയായി ദൈവത്തോട് കൂടെ നടന്നുവെന്ന് നമുക്ക് ഏവർക്കും അവൻ്റെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാത്രം വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം, എന്നാൽ വേദപുസ്തകത്തെ ആളുകളിൽ ആകമാനം അത് നിറഞ്ഞു നിൽക്കുന്നു. എബ്രായ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും അത് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തോടു കൂടെ നടക്കുന്നവർ ചിരഞ്ജീവികളായി മാറുകയാണ്. കേവലം മരണത്തിന് പോലും അതിനെ നശിപ്പിക്കുവാൻ ആകെയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ എല്ലായ്പ്പോഴും ഈ ദൈവാനുഭവം നമ്മോടുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ നാം അങ്ങനെ അതിനെ തിരിച്ചറിയുന്നു എന്നത് വിശുദ്ധമായ ദൈവാനുഭവമാണ്. ദേശാന്തരികളായ ഇടയന്മാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പാപികൾ, രോഗികൾ, അഭയാർത്ഥികൾ എല്ലാവരുടെയും കൂടെ ദൈവമുണ്ട്. സ്ഥാനവലിപ്പമോ കുടുംബ മഹിമയോ കണക്കിലെടുക്കാതെ എല്ലാവർക്കും ഒപ്പം ദൈവം ഉണ്ട്. അതായത് നിന്റെ അവസ്ഥ എന്തുമായിരിക്കൊള്ളട്ടെ, ഇനി മുതൽ നീ ഒറ്റയ്ക്കാകില്ല എന്ന് ദൈവം നിനക്ക് ഉറപ്പു തരും. ഒരു കാര്യം മാത്രം നീ ഓർത്തിരുന്നാൽ മതി: നീ അവനോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവനുമായിരിക്കണമെന്ന് മാത്രം. ദൈവം നിന്റെ ജീവിത വഴിത്താരകളിൽ നിനക്ക് ബലവും ധൈര്യവും സ്നേഹവുമായി കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിനക്ക് ഉണ്ടായാൽ മതി. ആരും കൂട്ടിനില്ലാത്തവർക്ക് ദൈവം തുണയാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. ഇന്നലെ വരെ ദൈവം അകലെയായിരുന്നു, ദൈവത്തിന് മുഖം ഉണ്ടായിരുന്നില്ല. സാന്നിധ്യമായി കൂടെ നടന്നിരുന്ന ദൈവത്തെ കരം നീട്ടി സ്പർശിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ബേത്ലഹേമിൽ ചരിത്രം തിരുത്തപ്പെട്ടു. മനുഷ്യന്റെ മുഖമുള്ള ദൈവം, മനുഷ്യനോടൊപ്പം ജീവിക്കുവാൻ സന്നദ്ധനായ ദൈവം, മനുഷ്യൻ. എത്രയോ ഭാഗ്യവാൻ! ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ജനത നമ്മെപ്പോലെ ആരും ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടെ നടക്കുക. ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചവർ അനേകരാണ്. എന്നാൽ അവനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആർക്കാണ്? ഭയശങ്കകളിൽ യെരുശലേമിൽ നിന്നും സുരക്ഷിതമായ ഇടത്തിലേക്ക് യാത്രയാകുന്ന എമ്മാവൂസിലേക്ക് മടങ്ങിപ്പോകുന്ന ശിഷ്യന്മാരെ പറ്റി ലൂക്കോസ് സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് 24:13 മുതൽ 35 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ജീവിതം എത്രമേ നിഷേധാത്മകമായ അനുഭവങ്ങളിൽ
സങ്കടങ്ങളിലൂടെയും കടന്നു പോയിക്കൊള്ളട്ടെ. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞു കൊള്ളട്ടെ, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് മാത്രം നിന്നെ തള്ളി പറയാനാവില്ല, നിന്നെ ഉപേക്ഷിക്കാനാവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സങ്കടങ്ങൾ ചുമൽ ചായ്ക്കുവാൻ ഒരിടം കണ്ടെത്തുക, എല്ലാം തുറന്നു പറയുന്ന സൗഹൃദങ്ങൾ രൂപപ്പെടണം. നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്തണം. ഈ കാലഘട്ടത്തിലെ ചില സൗഹൃദങ്ങളൊക്കെ ചില പിഴക്കുകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും കൂടെ കൂടുമ്പോൾ ഓർക്കണം, ജീവിതയാത്രയിൽ ചിലരുടെ കൂടെ ഇത്തിരി ദൂരം സഞ്ചരിക്കണമെന്ന്. കൂട്ടില്ലാതെ ഏകാന്തതയുടെ തുരുത്തുകൾ തിരഞ്ഞ് സഞ്ചരിക്കുന്നവരുണ്ടാവാം. സങ്കടങ്ങളുടെ തീരത്ത് ഏകാഗികളായി പോയവരുണ്ടാവാം. സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും പരിധി നിശ്ചയിച്ച് അകറ്റി നിർത്തപ്പെടുന്നവർ ആരെയും ഒരിക്കലും ഒരു കാരണത്തിന്റെയും പേരിൽ ഒറ്റയ്ക്കാക്കരുത്. കഴിയുമെങ്കിൽ സൗഹൃദത്തിന്റെ നേരിയ കണ്ണികൾ രൂപപ്പെടുത്തി ഏകാന്തതയുടെ കുളക്കരകളിൽ നിന്ന് മോചിപ്പിക്കണം. 38 വർഷം ബെഥാസ്ദാകുളത്തിനരികിൽ കിടന്ന രോഗിയുടെ അടുത്ത് ക്രിസ്തു എത്തിയപ്പോൾ അവൻ പറയുന്ന ഒരു സങ്കടമുണ്ട്: കുളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കുവാൻ എനിക്കാരുമില്ല. ഏകാന്തതയുടെ ആഴക്കടലിൽ നിന്ന് നനുത്ത സൗഹൃദ തീരത്തിലേക്ക് ചിലരെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയണം. ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് കൂടെ സഞ്ചരിക്കുവാൻ കഴിയണം. ഇതൊക്കെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ അറിയുന്നവരായിരിക്കണം. ദൈവത്തെ അറിയുക മാത്രമല്ല, വേദപുസ്തകം പാരായണം ചെയ്ത് അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ നോമ്പ് നോക്കുന്നവർ ആയിരിക്കണം. നോമ്പിന് 3 ചിറകുകളാണ് ഉള്ളത്. 1 ഉപവാസം, 2 പ്രാർത്ഥന, 3 ദാനധർമ്മങ്ങൾ. ഇതൊക്കെയും നാം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. അതിനായി നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി: അവനോടുകൂടെ സഞ്ചരിക്കാൻ, അവനോടുകൂടെ കഴിയാൻ. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിച്ചാൽ മാത്രം മതി എന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.